മെമ്മറീസ് വിത്ത് പ്രതീക്ഷയുടെ മറ്റൊരു യാത്ര എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ യാത്ര വലിയൊരു ടൂറല്ല. മലനിരകളിലേക്കോ കാടുകളിലേക്കോ ചരിത്ര സ്മാരകങ്ങളിലേക്കോ ഉള്ള യാത്രയുമല്ല. എന്നാൽ ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ചെറിയ യാത്രകളിലൂടെയാണെന്ന് പറയാറുണ്ട്. ഇന്നത്തെ യാത്ര അത്തരത്തിലൊന്നാണ്. ഒരു സാധാരണ ദിവസം, ജോലിയുടെ തിരക്കുകൾ, ഉത്തരവാദിത്തങ്ങളുടെ ഭാരം, മനസ്സിൽ നിറയുന്ന ചിന്തകൾ. ഇതിൻ്റെ ഇടയിൽ കുറച്ച് സമയം മാറ്റിവെച്ച് ഒരു സായാഹ്ന യാത്ര പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളുടെ വാഹനം തിരുവനന്തപുരം നഗരത്തിലേക്ക് നീങ്ങി. വഴിയിലൂടെ പോകുമ്പോൾ നഗരത്തിൻ്റെ മാറ്റങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പഴയ തിരുവനന്തപുരവും പുതിയ തിരുവനന്തപുരവും ഒരുമിച്ച് ജീവിക്കുന്ന നഗരമാണിത്. ചരിത്രവും ആധുനികതയും കൈകോർക്കുന്ന നഗരം. വൈകുന്നേരത്തെ ട്രാഫിക്കിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വഴിയോര കാഴ്ചകൾ ഓരോന്നും മനോഹരമായിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന ആളുകൾ, സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്ന യുവാക്കൾ, റോഡരികിലെ ചെറിയ ചായക്കടകൾ, നഗരത്തിൻ്റെ തിരക്കുകൾ. ഓരോ കാഴ്ചയും ഓരോ കഥ പറയുന്നത് പോലെ തോന്നി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ തിരുവനന്തപുരം ലുലു മാളിൻ്റെ പരിസരത്തെത്തി. ദൂരെ നിന്ന് തന്നെ മാളിൻ്റെ ഭംഗി കണ്ണുകളെ ആകർഷിക്കുന്നതായിരുന്നു. സന്ധ്യയുടെ മങ്ങിയ വെളിച്ചത്തിനിടയിൽ തിളങ്ങി നിൽക്കുന്ന ആ കെട്ടിടം നഗരത്തിൻ്റെ പുതിയ മുഖം പോലെ തോന്നി. പാർക്കിങ്ങിലേക്ക് കടന്നപ്പോൾ തന്നെ ഇവിടെ എത്തുന്ന ആളുകളുടെ എണ്ണം മനസ്സിലാക്കാൻ കഴിഞ്ഞു. കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, കുട്ടികൾ, വിനോദസഞ്ചാരികൾ എല്ലാവരും ഒരേ ലക്ഷ്യത്തോടെ എത്തിയവരാണ്. സന്തോഷകരമായ ഒരു വൈകുന്നേരം ചിലവഴിക്കുക. മാളിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് അതിൻ്റെ ആ വിശാലതയാണ്. ഉയർന്ന മേൽക്കൂരകൾ, മനോഹരമായ ലൈറ്റിംഗ്, അതിൻ്റെ വൃത്തിയും ക്രമീകരണങ്ങളും, ആധുനിക ശില്പകലയുടെ ഭംഗി വിളിച്ചോതുന്ന ഓരോ ക്രമീകരണവും, ഓരോ ഭാഗവും വളരെ മനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. അകത്ത് കടന്ന ഉടനെ ആളുകളുടെ മുഖങ്ങളിലേക്ക് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇവിടെ വന്നിരിക്കുന്ന പലർക്കും ഷോപ്പിംഗ് മാത്രമല്ല ലക്ഷ്യം. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും സുഹൃത്തുക്കളോടൊപ്പം നടക്കാനും ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ ആസ്വദിക്കുക എന്നതും ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. ഓരോ നിലയിലേക്ക് ഞങ്ങൾ പതുക്കെ സഞ്ചരിച്ചു. വിശാലമായ വസ്ത്രശാലകളും ഇലക്ട്രോണിക് ഷോറൂമുകളും ലൈഫ് സ്റ്റൈൽ സ്റ്റോറുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കൗണ്ടറുകളും. ഓരോ കടയും ഓരോ ലോകം പോലെയായിരുന്നു. ചില സ്ഥലങ്ങളിൽ പുതിയ ഓഫറുകളുടെ ബോർഡുകൾ, ചില സ്ഥലങ്ങളിൽ ആൾക്കാരുടെ തിരക്ക്, ചില സ്ഥലങ്ങളിൽ പുതിയ ഉൽപ്പന്നങ്ങൾ പരീക്ഷിക്കുന്ന ആളുകൾ. ഇന്നത്തെ ലോകം എത്ര വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ഒരു ചിത്രം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ച് സമയം വെറുതെ ഇരുന്ന ആളുകളെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ജീവിതത്തിൽ പല രീതിയിൽ സഞ്ചരിക്കുന്ന, പല രീതിയിൽ ജീവിക്കുന്ന ആളുകൾ. ഓരോരുത്തർക്കും ഓരോ കഥ പറയാനുണ്ടാവും, ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളുണ്ടാവും. പക്ഷേ എല്ലാവരും ഒരു കാര്യം തേടുകയാണ്: സന്തോഷം. കുട്ടികളുടെ കളിസ്ഥലത്തിനരികിലൂടെ നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം കാണാൻ കഴിഞ്ഞത് അവിടെയായിരുന്നു. കളിച്ചും ചിരിച്ചും ഓടി നടക്കുന്ന കുഞ്ഞുങ്ങൾ. അവരെ നോക്കുമ്പോൾ മനസ്സിൽ വന്നൊരു ചിന്ത: വളരുന്നതിനിടയിൽ നമ്മൾ പല കാര്യങ്ങളും നേടുന്നു, പക്ഷെ ചിലപ്പോൾ ബാല്യത്തിൻ്റെ ആ നിഷ്കളങ്കമായ സന്തോഷം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ടാവാം കുട്ടികളുടെ ചിരി ഇത്ര മനോഹരമായി നമുക്ക് തോന്നുന്നത്. വിവിധ രാജ്യങ്ങളുടെയും സംസ്ഥാനങ്ങളുടെയും ഭക്ഷണങ്ങൾ ഒരേ കുടക്കീഴിൽ, മസാലകളുടെ സുഗന്ധവും ഭക്ഷണം തയ്യാറാക്കുന്ന ശബ്ദങ്ങളും സുഹൃത്തുക്കളുടെയും കുടുംബങ്ങളുടെയും സംഭാഷണങ്ങളും. അവിടെ ഒരു പ്രത്യേക ഊർജ്ജം ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ട് ചുറ്റുമുള്ള ആളുകളെ നിരീക്ഷിച്ചപ്പോൾ വീണ്ടും ഒരു കാര്യം മനസ്സിലായി: ജീവിതം സന്തോഷകരമാക്കാൻ വലിയ ആഘോഷങ്ങൾ വേണ്ട. നമ്മൾ സ്നേഹിക്കുന്ന ആളുകളോടൊപ്പം ചിലവഴിക്കുന്ന ചെറിയ നിമിഷങ്ങൾ മതി. ഒരു കപ്പ് കാപ്പിയോ ഒരു ചെറിയ സംഭാഷണമോ ഒരു ചിരിയോ മതിയാവും. അത്രയൊക്കെ മതി ചില ഓർമ്മകൾ സൃഷ്ടിക്കാൻ. കുറച്ച് സമയം കൂടി മാളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെലവഴിച്ച ശേഷം ഞങ്ങൾ പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും രാത്രി പൂർണ്ണമായി ഇറങ്ങിയിരുന്നു. പുറത്തുനിന്ന് മാളിനെ നോക്കിയപ്പോൾ അത് കൂടുതൽ മനോഹരമായി തോന്നി. ആയിരക്കണക്കിന് വെളിച്ചങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരു നഗര സ്മാരകം പോലെ തോന്നി. വീട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചപ്പോൾ മനസ്സിലൊരു ചിന്ത മാത്രം: യാത്രകൾ എപ്പോഴും കിലോമീറ്ററുകളെക്കുറിച്ചല്ല. ചില യാത്രകൾ മനസ്സിന് വിശ്രമം നൽകുന്നു, ചില യാത്രകൾ ബന്ധങ്ങളെ ശക്തമാക്കുന്നു, ചില യാത്രകൾ പുതിയ ഓർമ്മകൾ തരുന്നു. ഇന്നത്തെ യാത്ര മൂന്നും സമ്മാനിച്ചു. ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഈ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവില്ല. പക്ഷേ ഒരുമിച്ച് ചിലവഴിച്ച വൈകുന്നേരം, ഒരുമിച്ച് പങ്കുവച്ച ചിരികൾ, കണ്ട കാഴ്ചകൾ, അതനുഭവിച്ച നിമിഷങ്ങൾ,
അവ മനസ്സിൽ എപ്പോഴും തുടരുന്നുണ്ടാവും. കാരണം ജീവിതം അവസാന ഓർമ്മകളുടെ ഒരു വലിയ ശേഖരമാണ്. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ യാത്രകളും പുതിയ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഇത് മെമ്മറീസ് വിത്ത് പ്രതീക്ഷ. ഓർമ്മകൾക്കൊപ്പം യാത്ര തുടരാം.